ഹലോ, ഗുഡ് മോർണിംഗ്. പല ആളുകളും നമ്മളെക്കുറിച്ച് അപരാധങ്ങൾ പറഞ്ഞ് നടക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് നേരം മുടങ്ങുന്ന യാത്ര കിടക്കുന്നവരെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ കേട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ മനപ്രയാസമാണ്. ഇത് സംഭവിക്കുന്നത് നമ്മളെക്കുറിച്ച് ആളുകൾ എന്തെങ്കിലും അസൂയ പറയുന്നുണ്ടെങ്കിൽ നമ്മളത് കേട്ടു, അയാൾ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ വിഷമിക്കാനുള്ള പർപ്പസ് കൊണ്ടാണ് അവർ പറയുന്നത്. ഒന്ന്. രണ്ടാമത്തെ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അവർക്കില്ലാത്ത എന്തോ ഒക്കെ നമുക്കുണ്ട്, അതുകൊണ്ടുള്ള അസൂയയാണ്. ഇത് രണ്ട് കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു, മോശമായിട്ട് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആ വ്യക്തി ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കണം. ആന്മാരെക്കുറിച്ച് ഒന്നും വെറുതെ പറയുന്നില്ല. ആരെങ്കിലും നമ്മളെക്കുറിച്ച് അസൂയ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ പൊട്ടൻഷ്യാലിറ്റി, മേന്മയുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് സന്തോഷിക്കേണ്ടത്. എവിടെ നിന്ന് വന്നു ആ പർട്ടിക്കുലർ വ്യക്തി അതിനെ നമ്മുടെ സീനിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടതാണ്. രണ്ടാമത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ അസൂയ പറഞ്ഞു നടക്കുന്നത്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ വലിയ നിലയിലിരിക്കുന്നു. സാമ്പത്തികമായിട്ടാണെങ്കിലും പിന്നെ രാഷ്ട്രീയമായിട്ടാണെങ്കിലും അല്ലാത്ത തലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ പോലും ഇങ്ങനെ അസൂയ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ, വളരെ അങ്ങനെ പറയാത്ത ആളുകൾ വളരെ വിരലിലുണ്ടാവുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ എന്താണെന്ന് വെച്ചാൽ, ഈ ആളുകൾക്ക് പെർഫെക്റ്റ് ആകണമെന്ന് തോന്നുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉള്ളത് നമുക്ക് കിട്ടണം. അങ്ങനെ കിട്ടാതെ വരുന്നതിൻ്റെ നിരാശ കൊണ്ടാണ് അവരിത് പറയുന്നത്. അല്ലാതെ നമ്മളോടൊരു പ്രത്യേക വിരോധം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കാര്യത്തിൽ ഡീപ്പായിട്ടെടുത്ത് ഓരോ കൂടെ ശത്രുവാണെന്ന് രജിസ്റ്റർ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. മനസ്സിലായി? ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ച എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? ഇങ്ങനെ നമുക്ക് തോന്നുന്നത്, എനിക്കാണ് തന്നെ തോന്നുന്നത്. ഇങ്ങനെ വേറെയുള്ള അസൂയ തോന്നുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് എനിക്കെന്തോ ഒരു പോരായ്മയുണ്ട്. ആ പോരായ്മ ശരിയാക്കാൻ എനിക്ക് പറ്റുമെന്ന് ശ്രമം നടത്തണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, ശ്രമം നടത്തി പ്രാർത്ഥിക്കണം. അങ്ങനെ പറഞ്ഞല്ലാതെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താവും, നമ്മുടെ മനസ്സിന് മുഴുവൻ ഈ നെഗറ്റിവിറ്റി വരികയും നമ്മൾ ഒരു കാരണവശാലും നന്നാകത്തില്ല. എന്തുകൊണ്ടാണ് ഇത്ര ബില്യൺസ് ഓഫ് പീപ്പിൾ ഉള്ള ലോകത്ത് വളരെ കുറച്ചാളുകൾ മാത്രമല്ലേ സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യകരമായിട്ടുമാണെങ്കിലും മറ്റെല്ലാ രീതിയിലാണെങ്കിലും നന്നായി വന്നിട്ടുള്ളത്? ഒരുപാട് ആളുകൾ സാമ്പത്തികം ഉണ്ടെങ്കിൽ ആരോഗ്യമില്ല, ആരോഗ്യം ഉണ്ടെങ്കിൽ സാമ്പത്തികമില്ല, അല്ലെങ്കിൽ സ്വസ്ഥതയില്ല. ഇതൊക്കെ ഉണ്ടാകാൻ കാരണം നമ്മുടെ ഈ സ്വഭാവം.